Maria, ta-ta. Uncle Bun, ta-ta. 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 Uncle Bun, bye. Rosie. Rosie. Please, please, please. No, Uncle Bun, don't drink, Uncle Bun. No, no, no. എന്റെ ജെയിംസ് കുട്ടി വല്ലപ്പോഴൊക്കെ എനിക്ക് തരാറുണ്ട്. കുട്ടിച്ചൻ ആള് കൊള്ളാമല്ലോ. ആള് കൊള്ളാം. കുട്ടിയച്ഛനാളും മിണ്ടുമിടുക്കൻ, സാറാമാളും മിണ്ടുമിടുക്കി. അത് കള. കുട്ടിച്ചനാണോ മിട്ടുമിടുക്കൻ, അതോ സാറാമയാണോ മിട്ടുമിടുക്കത്തി? അത് കുട്ടിയച്ഛനാ മിടുമിടുക്കൻ. കുട്ടിച്ചനാണോ മിട്ടുമിടുക്കൻ, അതോ ഞാനാണോ മിട്ടുമിടുക്കൻ? അതറിയാൻ മേല. അതറിയണമല്ലോ. 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 അയ്യോടാ, എന്തൊരു ഇടിയടാ. Hi, Maria, come on. വിശക്കുന്നു. ആരാത്? ഒരു ഫ്രണ്ടാ. ഓഹോ, വെരി സ്മാർട്ട്. എനിക്കറിയാം സ്മാർട്ട് ആണെന്ന്. അല്ല, സ്മാർട്ട് എന്ന് പറഞ്ഞത് പട്ടാപ്പകൽ പരസ്യമായി വീട്ടിന്റെ മുമ്പിൽ കൊണ്ടിറക്കാനുള്ളൊരു തന്നേടം ഉണ്ടല്ലോ, അതുണ്ടെന്ന് പറയുമായിരുന്നു. പിന്നെ വിനുവിനെ മറിയായി നോക്കാനാ ഡാഡി വരുത്തിയത്. അത് മാത്രം നോക്കിയാ മതി. ആയമേ, ആയമേ, ഈ കിളവിയുടെ ധൈര്യം കണ്ടില്ലേ? ആയമേ, जिंदगी प्यार सोले आई जेंदी आई ആയമേ, ആയമേ, ചെയ്തേക്കാൻ. ഈ വീട് കള്ളുഷാപ്പൊന്നുമല്ല, മനസ്സിലായോ? ചീ. Mr. Bun. Good evening, Bun. അയ്യോ. Children, time for dinner. Maria, my sweetheart. നമുക്ക് കൈ കഴുകണ്ടേ? വേണ്ട, മരിയ കുളിച്ചതല്ലേ. എന്റെ മോക്ക് എന്നാ വേണം? ചപ്പാത്തി വേണോ, ചിക്കൻ വേണോ, ബ്രെഡ് വേണോ, ചോറ് വേണോ, മുട്ട വേണോ, മീൻ വേണോ? കേക്ക് മതി. കേക്കൂണ് കഴിഞ്ഞിട്ട് മതി. വേണം.
ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാം. ആ, മെറിയ, പോട്ട് മോളെ. കരയണ്ട, കരയണ്ട. ചാർലി, പോട്ട്, പോട്ട്, കരയണ്ട. ആശേ, നീയാണ് ഈ ചെക്കനെ വഷളാക്കുന്നത്. ഇതൊന്നും നല്ലതിനല്ല മോളെ. നീ ആരോടാണ് ഇതൊക്കെ ചെയ്യണത്? തലമറന്ന് എണ്ണ തേക്കരുതേ. കരയണ്ട. മെറിയ, നമുക്കുറങ്ങണ്ടേ? അങ്കിൾ ബൻ പട്ടി കുരയ്ക്കുന്നത് കാണിക്കാവോ? പട്ടി കുരയ്ക്കുന്നോ? കാണിക്കണോ? അപ്പൊ എന്റെ പട്ടി? നിന്റെ പട്ടി. ആനയോ? ആന. ഓ, ആരാണത്? കുതിര. ടക് 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 ടക്. അയ്യോ, ഇനി എന്നാ വേണം? കാരേ പോണം. അങ്കിളുടെ കാറിൽ അപ്പടി പുകയാ. ട്രെയിൻ മതി. നിൽക്കാത്ത ട്രെയിൻ. അപ്പൊ പ്ലെയിനോ? പ്ലെയിൻ. പ്ലെയിൻ. റെഡി? യെസ്. Hello, this is Captain Uncle Bun talking to you. Can you hear me? യെസ്, Can you I can hear hear me? you. Hello, movement control. Can you hear me? Hello, movement control. We are ready for takeoff. Can you hear me? Hello. We are ready for takeoff. Yeah. നിന്റെ സൈക്കിൾ എവിടെ? ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. ഞാൻ സ്കൂളിലേക്കാണല്ലോ, എന്റെ കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നടന്നു പോയിക്കോളാം. എന്തൊരു ശല്യമാ. തിരിച്ചു വരുന്നു. കള്ളി. വരട്ടെടാ വരട്ടെ, നമുക്ക് പിടിക്കാം.
ദേ മറ്റവനെത്തി. എന്നാ ഇപ്പൊ കണ്ടോ? കേട്ടിവിടങ്ങളെ. ആ, വേഗം. കേട്ടിവിടങ്ങളെ. കേട്ടിവിട്. ആ. വേഗം, വേഗം, കേട്ടിവിട്. കേട്ടിവിട്. ഇറങ്ങ ഇറങ്ങാൻ. കാറുള്ളപ്പോ നീ എന്തിനാ ഇത് കയറുന്നത്? ഇത് കയറിയാലേ വീഴും. വാ എന്റെ മോള് കേറ. ചേച്ചി അവൻ ആരാ? മിണ്ടാണ്ടിരുന്നു നീ. ഹേയ്, ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് ആടി റോക്കുളോ. ആശേ, എന്താ ഇത്? ഉത്തര പേപ്പർ മീശ വരയ്ക്കുന്നു. ഗെറ്റപ്പ്. എഴുതെടുക്കാൻ. എടുക്കത്. എടുക്കാൻ. നടക്ക്. നടക്കാൻ. May I come in, sister? Yes, come in. Please sit down. Yeah. I say sit down. Thank you. You are Mr. Charlie Chaco. Asha James's uncle. Yeah. നാക്കെടുത്താൽ തട്ടുത്തിരും തിമിരും തകർപ്പും അല്ലാതെ മര്യാദ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം ഇവൾക്കറിയില്ല. ആരെന്ത് ചോദിച്ചാലും ഒരുതരം മസിൽ പിടുത്തമാ. ചില ക്ലാസ്സിൽ ഈ കുട്ടി കാണില്ല, ക്ലാസ്സിലല്ല സ്കൂളിലെ കാണില്ല. ചോദിച്ചാൽ വാഗൊണ്ട് ഗോഷ്ടി കാണിക്കും. അന്വേഷിച്ചാൽ കേൾക്കാം ബോട്ട് ഹൗസിൽ കണ്ടു, മുന്തിരിത്തോപ്പിൽ കണ്ടു, ഗോൾഫ് ക്ലബിൽ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ. ഇന്നലെ ഒരേ ക്ലാസ്സിൽ 1ാം റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്ന ഡോക്ടർ കുമാറിന്റെ മകൾ വിമല. ഇവളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് മുതൽ അവളും മോശമായി തുടങ്ങി. ഇപ്പൊ ക്ലാസ്സിലെ 35ാം റാങ്കാ. ദേ നിൽക്കുന്നു 36ാമത്തെ റാങ്കുകാരി. എന്തൊരൈക്യം! അതിന് കാരണം എന്താണെന്നറിയോ? പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയില്ല. പഠിക്കാതെ മാർക്ക് മേടിക്കാനുള്ള എളുപ്പ വഴിയാണ് കോപ്പിയടി, അതും ചെരിപ്പൻ. മിസ്റ്റർ, കോപ്പി അടിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഉത്തരക്കടലാസിൽ ആണുങ്ങളുടെ മീശ വരച്ചു വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഒരു കുട്ടിയുടെ മൊറാലിറ്റിയാണ് കാണുന്നത്. ക്യാരക്ടർ, തേർഡ് റേറ്റ് ക്യാരക്ടർ. ഈ ചീഞ്ഞ ആപ്പിൾ എന്റെ കൂടയിൽ വേണ്ട. അത് നാറും, മറ്റുള്ളതിനെ നശിപ്പിക്കും. യു ക്യാൻ ടേക്ക് ഹർ. Sister, please, sister, please. നോ, യു ഗെറ്റ് ഔട്ട്. Out. Get out. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വൈസ് വേണമായിരുന്നു. ഇവിടെ നിന്ന് അവൾ വരേണ്ടത് വീട്ടിലേക്കാണ്. അവിടെ നിഷ്കളങ്കരായ 2 മാലാഹ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ